ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയി വന്നിട്ട് അടുക്കളയിട്ട് കയറിയൊക്കെയാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കണത് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് ആദ്യം ജോലിയൊന്നുമില്ല, ജോലി കുറവാണ്. ചോറും കറിയൊക്കെ ആകുമ്പോഴാണ് ഒത്തിരി കറി ചോറല്ല കേട്ടോ, ഒത്തിരി കറികൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടണം, ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 സൈസ് കറിയെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. കുറച്ച് ഉണ്ടാക്കുള്ളൂ, പക്ഷേ എന്നാലും അതൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി സമയമാകും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. റൈസ് വേവിച്ച് ഇതൊക്കെ വഴറ്റി കഴിഞ്ഞ് റൈസ് ഇട്ടങ്ങ് വേവിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിന് നമ്മൾ ഓംലേറ്റ് സാലഡ് വേണമെങ്കിൽ കൊടുത്തു കൊടുക്കുന്നത്. ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ട് അത്രയും ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പിള്ളേർ അയച്ചുകൂടുന്ന ഒരാഴ്ച സ്കൂളിൽ പോയിട്ട് വയ്യായിരുന്നു. പിന്നെ അവനെ കൊണ്ടുവിടണം. അപ്പോൾ ഇന്ന് കരച്ചിലൊക്കെയാണ്. അപ്പോൾ അവനെ എഴുന്നേൽപ്പിക്കാനുള്ള ജോലിയിലാണ് അവൻ്റെ അമ്മ. പിന്നെ അഞ്ചു അതുപോലെ തന്നെ വേറെ അഞ്ചുവിൻ്റെ ജോലിക്ക് അഞ്ച് പോയേക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ സാലഡിനുള്ള തൈരൊക്കെ ഇട്ട് സാലഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർക്ക് ടിഫിൻ ബോക്സിൻ്റെ അകത്തോട്ട് എല്ലാം ഇടണ താമസമുള്ളൂ. ഇവർക്കപ്പോൾ പോകണമല്ലോ, പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് നമുക്ക് ഈ 8 മണി 8-9 മണി കഴിയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തു വന്നാലും നമുക്ക് നല്ല ജോലിയായിരിക്കും അടുക്കളയിൽ. പിന്നെ ഇന്ന് ഇത്തിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കണോണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല രസമുണ്ട് കാണാൻ. കഴിച്ചു നോക്കി. കുറച്ച് പുളിയുള്ളതുകൊണ്ട് ഇച്ചിക്കൂടൻ ഒട്ടും കഴിക്കില്ല. അല്ലാത്ത റൈസൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും. അങ്ങനെ ഒരാഴ്ച ഇച്ചിക്കൂടൻ പോയിട്ട് അവൻ്റെ പാത്രമൊക്കെ ഇന്നാണ് എടുത്തേക്കണത്.